തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു കടലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിത് ഒരു 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. ഞാനിത് ഇന്നലെ രാത്രി കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നല്ലോണം കഴുകിയതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഇനി നമുക്കൊരു അര ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ് കേട്ടോ ഇതൊക്കെ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. 1 മുതൽ 2 കപ്പ് വെള്ളം വരെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഈ കടല നല്ല പോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കടലൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പാനിലേക്ക്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 4 അല്ലിയോളം ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഇത്തിരിയും കൂടി വെള്ളത്തിന് വേണ്ടി ഞാൻ കുക്കറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര പണിയല്ലോ കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക നൂൽപുട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ പുട്ടിനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതുവരെ ഇത് കടലക്കറി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.